കുരുമുളക് ചെടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് ഏറ്റവും മനോഹരമായ ഇലകൾ, അതിൻ്റെ ശിരാവിന്യാസം, അതിൻ്റെ കായ്കളൊക്കെ തന്നെ എന്താണ്, വളരെ മനോഹരമാണ്. അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം ചെടികളെ അല്ലെങ്കിൽ ഇത്തരം വൈവിധ്യങ്ങളെ പലപ്പോഴും നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരിട്ട് കണ്ടുള്ള ഒരു രചന ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊന്ന് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുരുമുളക് ചെടിയെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പെൻസിൽ സ്കെച്ചൊക്കെ അതിനകത്ത് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്കെച്ച് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, അത് നമ്മുടെ സൗകര്യം പോലെ. പക്ഷേ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ശിരാവിന്യാസവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഷേപ്പ്, അതൊരു പ്രധാന ഘടകമാണ് ഷേപ്പ്. അപ്പം നമ്മൾ ഈ ഇലകളുടെയൊക്കെ ഷേപ്പാണ് ആ ഇലകളാണ് എന്ന് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ശിരാവിന്യാസമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ കുരുമുളക്, അതിനകത്ത് എന്താണ്, ആ വള്ളിയിൽ ഇങ്ങനെ കുരുമുളക്, അതിൻ്റെ കായ്ക്ക അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തണ്ടുകൾ, അതുപോലെ തന്നെ അത് എപ്രകാരമാണ് ആ തണ്ടുകളുടെ ആകൃതി എന്നും ആ ഇലകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ കഴിയും. അപ്പോൾ ആ തരത്തിലുള്ളൊരു രചനയാണ് പലപ്പോഴും എന്താണ് നമുക്ക് വളരെ ആസ്വാദ്യകരമായി തോന്നുന്നത്. ചില ഇലകൾക്കൊക്കെ കേടുപാടുകൾ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ അതുപോലെ തന്നെ നാച്ചുറലായി വരയ്ക്കണം. കേടുപാടുകളുള്ള ഇലകളെ നമ്മൾ പലപ്പോഴും ചിത്രം വരയ്ക്കുന്നവർ അതിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ചില മോശമായ അവസ്ഥകളും നമ്മൾ ചിത്രം വരയ്ക്കുന്നവർ കാണേണ്ടി വരും. അപ്പോൾ അതാണ് ഞാനിവിടെ ഈ ഇലയ്ക്ക് കേടുപാടുകളുണ്ട്, അതുപോലെ ഈ ഇലയ്ക്കും ഇതുപോലെ തന്നെ കേടുപാടുകളുണ്ട്. അപ്പോൾ ആ കേടുപാടുകളുള്ള ഇലകളെ അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് യഥാർത്ഥ ചിത്രം ഉണ്ടാകുന്നത്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് നിറം കൊടുക്കാം, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് മാത്രം വരയ്ക്കാം. അപ്പോൾ എന്നിട്ട് ഷെയ്ഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള രേഖാചിത്രങ്ങൾ വരച്ച് വളരെ പെട്ടെന്ന് തന്നെ വരച്ച് നമ്മൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പഠിതാക്കളായ കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായി ഇതുപോലെ നമുക്ക് കണ്ടെത്തി വരയ്ക്കാൻ കഴിയും.